ആഴ്ച ദൈവം നമ്മളെ നടത്തിയതിന് ആ കരങ്ങളെ സ്വർഗത്തിലേക്ക് ഉയർത്തിയാട്ടെ. അടുത്ത് നിൽക്കുന്നവരെ നോക്കണ്ട, ആര് കൈ ഉയർത്തുന്നു ഉയർത്തണില്ലെന്ന് നോക്കണ്ട. ഇന്ന് പകൽ നന്ദിയോടെ ദൈവം ചെയ്ത നന്മകൾ ഓർമ്മയുള്ളവർ ആ വരം കരങ്ങളെ ഹല്ലേലൂയ, അല്ല 2 കരങ്ങളെ ഇന്ന് പകൽക്കാലം ഉയർത്തിയാലും കുഴപ്പമില്ല. ആ കർത്താവിനൊരു നന്ദി പറയാ. എത്ര പേര് ഇന്ന് പകൽ നമ്മളിവിടെ വരേണ്ടവരല്ല, ഈ ഹാളിൽ വന്നിരിക്കേണ്ടവരല്ല, നമ്മൾ ഇന്ന് പകൽക്കാലം ഇവിടെ ആയിരിക്കേണ്ടവരല്ല. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം അതിൻ്റെ നടുവിൽ സ്വർഗത്തിലെ കർത്താവ് നമ്മളെ സഹായിച്ച കൃപകളെ ഓർത്ത് ഇന്ന് പകൽക്കാലം നമ്മുടെ കർത്താവിനൊന്ന് സ്തോത്രം ചെയ്യാം. എല്ലാവർക്കും അറിയാന്നുള്ളൊരു പാട്ടിൻ്റെ ചില ചരണം കൂടെ നമ്മൾ പാടാൻ പോകുക. ഇന്ന് പകൽ അടുത്ത് നിൽക്കുന്നവരെ നിങ്ങൾ നോക്കണ്ട. ആര് വന്നില്ലെന്ന് നിങ്ങൾ നോക്കണ്ട. ആരാധിക്കുന്നു ഇല്ലെന്ന് നോക്കണ്ട. ഒരു പുത്തൻ കൃപ ഇന്ന് പകൽ ഇവിടെ ജ്വലിക്കാൻ പോകുക. ചിലരെ ദൈവാത്മാവ് ഇന്ന് പകൽ തൊടാൻ പോകുക. ചിലരുടെ മേൽ പരിശുദ്ധാത്മാവിൻ്റെ ഭയങ്കര സാന്നിധ്യം ഇറങ്ങാൻ പോകുക. ശരീരത്തെ വരിഞ്ഞു മുറുക്കി പാടാൻ അനുവദിക്കാതെ, കൈയടിക്കുവാൻ അനുവദിക്കാതെ ശരീരത്തെ കെട്ടി വച്ചിരിക്കുന്ന ചില കെട്ടുകൾ ഇന്ന് പകൽ അഴിയാൻ പോകുക. ഇന്ന് പകൽ കാല ആത്മമണ്ഡലത്തിലും ഭൗതിക മേഖലയിലും ചില വിടുതൽ സംഭവിക്കാൻ പോകുക. ഉറപ്പുള്ളവര് ഇന്ന് പകൽ പരിസരം മറന്ന്, അടുത്തിരിക്കുന്നവരെ മറന്ന്, ആലയം മറന്ന് ഇന്ന് പകൽ കർത്താവിനൊരു സ്തോത്രം ചെയ്തു തുടങ്ങി. എല്ലാവർക്കും അറിയാന്നുള്ള ഒരു പാട്ടിന്റെ ചില പന്നം പാടി നമുക്ക് സ്തോത്രം ചെയ്യാം. ജീവിതം പോൽ ഭാഗ്യം പാരിലെന്തുള്ളൂ, ക്രിസ്ത്യ ജീവിതം പോൽ ഭാഗ്യം പാരിലെന്തുള്ളൂ, ക്രിസ്തീയ ജീവിതം പോലെയുള്ളൊരു, ക്രിസ്തീയ ജീവിതം പോലെയുള്ളൊരു മകൾ ഭാഗ്യമാം ജീവിതം പാരിലെന്തുള്ളൂ, മകൾ ഭാഗ്യമാം ജീവിതം പാരിലെന്തുള്ളൂ, ക്രിസ്ത്യ ജീവിതം പോൽ ഭാഗ്യം പാരിലെന്തുള്ളൂ, ക്രിസ്ത്യ ജീവിതം പോൽ ഭാഗ്യം പാരിലെന്തുള്ളൂ. പരിഹാസം ചൊല്ലി ശത്രു നേർക്കു വരുമ്പോൾ, പരിഹാസം ചൊല്ലി ശത്രു നേർക്കു വരുമ്പോൾ അവയെ സ്തോത്രം പാടി ആശ്വസിപ്പാൻ ശക്തി നൽകുന്ന, അവയെ സ്തോത്രം പാടി ആശ്വസിപ്പാൻ ശക്തി നൽകുന്ന ക്രിസ്ത്യ ജീവിതം പോൽ ഭാഗ്യം പാരിലെന്തുള്ളൂ, ക്രിസ്ത്യ ജീവിതം പോൽ ഭാഗ്യം പാരിലെന്തുള്ളൂ. കൂട്ടുകാരെ ഭാരമായിട്ട് എന്നെ പോറ്റുന്ന, കൂട്ടുകാര് ഭാരമായിട്ട് എന്നെ പോറ്റുന്ന, നല്ല പെറ്റമ്മയിലാൻ വീഴുന്ന യേശു പോരായോ, നല്ല പെറ്റമ്മയിലാൻ വീഴുന്ന യേശു പോരായോ, ക്രിസ്ത്യ ജീവിതം പോൽ ഭാഗ്യം പാരിലെന്തുള്ളൂ, ക്രിസ്ത്യ ജീവിതം പോൽ ഭാഗ്യം പാരിലെന്തുള്ളൂ. ഒരു സങ്കീർത്തനം 23-ാം സങ്കീർത്തനം, അതിൻ്റെ അവസാനത്തെ വാക്യം ഒന്ന് വായിച്ചേ. അവസാനത്തെ വാക്യം, നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. നന്മയും കരുണയും ആഗ്രഹിക്കാത്ത ആരാ ഉള്ളത്? ഹല്ലേലൂയ. ഒരു നന്മയ്ക്ക് വേണ്ടിയാണ് നമ്മൾ ഈ കെട്ടും പാട്ടും ഒക്കെ കൊണ്ടങ്ങ് ഇറങ്ങിയത്. ബന്ധവും സ്വന്തവും കുടുംബവും കുലവും എല്ലാം വിട്ട്, ബന്ധുക്കളെ വിട്ട്, കുടുംബക്കാരെ വിട്ട്, പരിഹാസം കേട്ട് ഒക്കെ ഇറങ്ങിയത് എന്തിനെന്ന് ചോദിച്ചാൽ ഒരു നന്മ പ്രാപിക്കാൻ. ഹല്ലേലൂയ അല്ലേ? സന്തോഷമില്ലേ? ആമേൻ. സ്വതന്ത്രം ബസ്സിലൊക്കെ വിട്ടിരി, ജിമ്മിൽ പോകുമ്പോലൊക്കെ ഇരിക്കാതെ നല്ല ഫ്രീ ആയിട്ടിരുന്നു, കുഴപ്പമില്ല, ഞാൻ ഒന്നും പറയത്തില്ല. പ്രൈസിലോ ഒരു കഥ പറഞ്ഞു തരാം. കഥ കേട്ടാൽ ഫ്രീ ആവൂ. ആമേൻ. സ്വതന്ത്രം. ഒരു കാട്ടിലെ ഒരു കഴുതയും ഒരു പുലിയും ഭയങ്കര തർക്കമാണ്, വാക്ക് തർക്കം. പ്രൈസിലോ ശ്രദ്ധിച്ച് കേൾക്കണം, അതിന് ദൂതുകളൊക്കെ ഉണ്ട്. ഈ കഴുതയും പുലിയും ഭയങ്കര തർക്കം. ഒരാഴ്ചയായി, 2 ആഴ്ചയായി, 3 ആഴ്ചയായി. ഈ തർക്കം തീരുന്നില്ല. കഴുതയുടെ കൂട്ടത്ത് ഒരു കൂട്ടം പേര് കൂടി, പുലിയുടെ കൂട്ടത്ത് ഒരു കൂട്ടം പേര് കൂടി.
വാദം, തർക്കം കഴുതയും പുലിയായിട്ടാണ്. പക്ഷെ ഇവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി രണ്ടുപേരുടെ കൂട്ടത്തും ആളങ്ങ് കൂടി. പ്രൈസല്ലോ. മൂന്നാമത്തെ ആഴ്ചയായപ്പോ ഈ തർക്കം കാട്ടിലെ രാജാവായ സിംഹത്തിൻ്റെ ചെവിയിലെത്തി. കഴിഞ്ഞ 3 ആഴ്ച കൊണ്ട് ഇവിടെ ഒരു ഭയങ്കര തർക്കം നടക്കുന്നു. 2 പക്ഷത്തും 2 ഭയങ്കര തർക്കം നടക്കുക. അത് കഴുതയും പുലിയും കൂടെയാണ്. പുലിയും അല്ല, കഴുതയും പുലിയും കൂടെയാണ്. അപ്പോൾ തർക്കം എന്തെന്നറിയാൻ വേണ്ടി ഇവരെ രണ്ടുപേരെയും രാജാവ് വിളിപ്പിച്ചു. എവിടെ? കാട്ടിലെ രാജാവായ സിംഹത്തിൻ്റെ അടുക്കൽ ഈ കഴുതേനെയും പുലിയെയും വിളിച്ചു. അപ്പോൾ രണ്ടുപേരും കൂടെ രാജാവിൻ്റെ അടുത്ത് പോയി. ആട്ടെ, നിങ്ങൾ കുറേ ദിവസം കൊണ്ട് അവിടെ ഭയങ്കര തർക്കമെന്ന് കേട്ടു. എന്താണ് വിഷയം? തർക്ക വിഷയം എന്താണ്? അപ്പോൾ പുലി പറഞ്ഞു, പിന്നെ നമ്മുടെ കാട്ടിലെ പുല്ലിൻ്റെ കളറ് ഞാൻ പറഞ്ഞു പച്ചയെന്ന്, ഈ കഴുത പറയുക പച്ചയല്ല നീലയെന്ന്. ഈ കഴുതയുടെ കൂടെ കുറേ പേരും കൂടി പറയുന്നു നീലയെന്ന്. അതിൽ ആനയുണ്ട്, വലിയ തലയുള്ള ആനയുണ്ട്, ഭയങ്കര സ്പീഡിൽ ഓടുന്ന കുതിരയുണ്ട്, ഇച്ചിരിയുള്ള മുയലുണ്ട്, എല്ലാം ഉണ്ട്. ഈ കഴുതയുടെ വാക്കും കേട്ട് ഈ ബുദ്ധി വലിയ തലയുള്ളവരെല്ലാം പറയാം നീല നീല നീല. എന്നാൽ ഈ പുലിയുടെ കൂട്ടത്ത് അധികം ആരുമില്ല, കുറച്ചുപേരെ ഉള്ളൂ. സ്തോത്രം. വലിയ ബുദ്ധിയും വലിയ തലയൊന്നും ഉള്ളവരൊന്നും ഇല്ല. സ്തോത്രം. കുറച്ചുപേര്. ഈ പുല്ലൊക്കെ തിന്നുന്നവരും പറയുന്നു പച്ചയെന്ന്. രാജാവേ, ഏതാണ് ശരി? രാജാവ് ഇങ്ങനെ നിന്നിട്ട് രണ്ടുപേരെ നോക്കിയിട്ട് പറഞ്ഞു, പുല്ലിൻ്റെ കളറ് പച്ചയാണ്. രാജാവ് പച്ചയെന്ന് പറഞ്ഞതും പുലി 2 കൈ ഉയർത്തി ചാടി പറഞ്ഞു, അയ്യോ ഞാൻ പറഞ്ഞതാണ് ശരി. അപ്പോ രാജാവ് പറഞ്ഞു, പോകാൻ വരട്ടെ, പച്ച തന്നെയാണ്. ഇത് ആവശ്യമില്ലാത്തൊരു തർക്കമാണ്. കഴിഞ്ഞ 3 ആഴ്ച കൊണ്ട് കാട്ടിലെ ആർക്കും സ്വസ്ഥത കൊടുക്കാതെ ഒരു ഭയങ്കര തർക്കം നടക്കുകയാണ്. ഇതാവശ്യമില്ലാത്ത തർക്കമായതുകൊണ്ട് ഈ തർക്കത്തിനടിസ്ഥാനമായ വ്യക്തികൾക്കൊരു ശിക്ഷയുണ്ട്. ഹല്ലേലൂയ. അല്ലെങ്കിൽ ഒരു ശിക്ഷ കൊടുക്കാൻ പോവാ. അപ്പോ രാജാവ് പറഞ്ഞു, ഈ കഴുതയും കൂട്ടരും പോട്ടെ, പുലിയുടെ പുറകെ നിന്നവരും പോട്ടെ. പുലി അവിടെ നിൽക്കാൻ പറഞ്ഞു. പുലിയോട് പറഞ്ഞു, നീ 3 മാസത്തേക്ക് ഇനി വാ തുറന്ന് സംസാരിക്കല്ല്. 3 മാസം വരെ ഈ കാട്ടിൽ മിണ്ടാതിരുന്നോണം. നിന്റെ വീട്ടുകാരോ നാട്ടുകാരോ ആരെങ്കിലും കൂട്ടുകാരോ വല്ലതും കൊണ്ട് തരുന്നേം തിന്നുകൊണ്ട് 3 മാസം വരെ ഈ കാട്ടിൻ്റെ അകത്ത് മിണ്ടാതിരുന്നു. നിനക്കാ ശിക്ഷ. പുലിക്ക് വിഷമമായി, സങ്കടമായി, കരച്ചിലായി. രാജാവിൻ്റെ അടുത്ത്, യജമാനനെ, ഞാൻ പറഞ്ഞ ആൻസറല്ലേ ശരി? കാട്ടില് കിടക്കുന്ന ഈ പുല്ലിന് പച്ച നിറമെന്ന് പറഞ്ഞു, അങ്ങും സമ്മതിച്ചതല്ലേ? അതാണല്ലോ സത്യം. അപ്പോ ശിക്ഷ എനിക്കല്ല തരേണ്ടത്, ആ കള്ളം പറഞ്ഞ കഴുതയ്ക്കല്ലേ കൊടുക്കേണ്ടത് എന്ന് രാജാവിനോട് പറഞ്ഞപ്പോൾ രാജാവ് പുലിയോട് പറഞ്ഞു, കള്ളം പറഞ്ഞതിനല്ല ശിക്ഷ, അവൻ ഒരു കഴുതയെന്ന് നീ അറിഞ്ഞിട്ടും വീണ്ടും 3 ആഴ്ച നീ തർക്കിച്ചുകൊണ്ടിരുന്നല്ല. നിനക്ക് ഇത്രയും ബുദ്ധിയുണ്ട്, യുക്തിയുണ്ട്, ഇത്രയും കഴിവുണ്ട്, ഇത്രയും കാര്യപ്രാപ്തിയുണ്ട്, എല്ലാം ഉണ്ടായിട്ടും ആ കഴുത പറഞ്ഞ ആ നീല നിറത്തെ നീ വാദിച്ചല്ല 3 ആഴ്ച. അതിനാ നിനക്ക് ശിക്ഷ തന്നത്, വാദിച്ചതിന്. ഹല്ലേലൂയ. ഇതുപോലെ സ്കൂളിൽ കഴുതകളൊക്കെ ചിലത് ആവശ്യമില്ലാതെയൊക്കെ വാദിക്കും. അപ്പോൾ നിങ്ങൾ പോയി അങ്ങനെയല്ല ഇങ്ങനെയെന്ന് പറഞ്ഞ് നിങ്ങളുടെ ഭാവിയെ മനസ്സിലായ? ഇപ്പോഴാ ചിരിച്ചത്, ഇപ്പോഴാണ് ഇവൻ ഫ്രീ ആയത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ കരങ്ങളെ തട്ടി കർത്താവിനൊരു മഹത്വം കൊടുത്തേ. ഇന്ന് പകൽക്കാലം അടിസ്ഥാനരഹിതമായ കാര്യങ്ങളെയൊക്കെ ദൈവമക്കൾ അങ്ങ് കളയണം, ദൈവസഭ അങ്ങ് കളയണം. അതിന് ചെവി കൊടുക്കാൻ പോകരുത്. അതിനോട് തർക്കിച്ചും വാദിച്ചും നമ്മുടെ ദൈവകൃപ കളയരുത്. ജീവിതത്തിൽ തീരുമാനങ്ങൾ എടുത്ത് പരാജയപ്പെട്ട വ്യക്തികളെ നമുക്കറിയാം. പ്രൈസ് ദി ലോർഡ്. ജീവിതത്തിൽ തീരുമാനങ്ങൾ എടുത്ത് ജീവിതം തകർന്നുപോയ വ്യക്തികളെ നമുക്കറിയാം.
ആ തകർച്ചയിൽ തന്നെ അങ്ങേയറ്റം തകർന്നു പോയവരുമുണ്ട്. ചിലർ ആ പ്രതികൂലത്തിൽ നിന്ന് മടങ്ങി വന്നവരുമുണ്ട്. വിശുദ്ധ ബൈബിളിൽ നിന്ന് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഓർമ്മിപ്പിച്ച് ഞാൻ പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. ഒരു വാക്യം ഒന്ന് വായിച്ചേ. രൂത്തിന്റെ പുസ്തകം അതിൻ്റെ 1-ാം അധ്യായം 16-ാം വാക്യം ഒന്ന് വായിച്ചേ. രൂത്തിന്റെ പുസ്തകം 1-ാം അധ്യായം. അതിന് രൂത്ത് നിന്നെ വിട്ടു പിരിയുവാനും നിന്നോടുകൂടെ വരാതെ മടങ്ങിപ്പോകുവാനും എന്നോട് പറയരുതേ. നീ പോകുന്നിടത്ത് ഞാനും പോരും, നീ പാർക്കുന്നിടത്ത് ഞാനും പാർക്കും. നിന്റെ ജനം എൻ്റെ ജനം, നിന്റെ ദൈവം എൻ്റെ ദൈവം. നീ മരിക്കുന്നിടത്ത് ഞാനും മരിച്ച് അടക്കപ്പെടും. ഇത് ഒരു മോവാബിയ സ്ത്രീയുടെ വാക്കുകളാണ്. 4 അധ്യായങ്ങളുള്ള ഒരു കൊച്ചു പുസ്തകമാണ് രൂത്തിന്റെ പുസ്തകം. 1-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ ന്യായാധിപന്മാർ ന്യായപാലനം നടത്തിയ കാലത്ത്, ഏത് ന്യായാധിപൻ എന്ന് വ്യക്തമായിട്ട് ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നില്ലെങ്കിലും, ന്യായാധിപന്മാർ ന്യായപാലനം നടത്തിയ കാലത്ത് ദേശത്തൊരു ക്ഷാമമുണ്ടായപ്പോ ബത്ലഹേമിൽ അപ്പത്തിന്റെ ഭവനത്തിൽ പാർത്തിരുന്ന, ബത്ലഹേമിലാണ് ക്ഷാമമുണ്ടായത്, അപ്പത്തിന്റെ ഭവനത്തിലാണ് ക്ഷാമമുണ്ടായത്. അപ്പം കുമിഞ്ഞുകൂടി കിടക്കുന്ന ഇടത്താണ് ക്ഷാമമുണ്ടായത്. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം, ക്ഷാമം എല്ലായിടത്തും വരും. മോവാബിൽ മാത്രമല്ല, സ്തോത്രം, ഹല്ലേലൂയ, യെരിഹോവിൽ മാത്രമല്ല, ഫെലിസ്ത്യ ദേശത്ത് മാത്രമല്ല, അപ്പത്തിന്റെ ഭവനമാകുന്ന ബത്ലഹേമിലും ക്ഷാമം വരും. ദൈവമക്കളുടെ ഭവനങ്ങളിലും ക്ഷാമം വരും. ദൈവസഭയിലുള്ളവരുടെ വീട്ടിലും ക്ഷാമം വരും. ദൈവവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരുടെ വീട്ടിലും ക്ഷാമം വരും. ന്യായാധിപന്മാർ ന്യായപാലനം നടത്തി, ന്യായത്തോടും നീതിയോടും ന്യായപാലനം നടത്തിക്കൊണ്ടിരിക്കുമ്പോഴും ദേശത്ത് ക്ഷാമം ശക്തമായി വർദ്ധിക്കുകയാണ്. ഒരു കുടുംബത്തിൽ ഉള്ള വ്യക്തികൾ, ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം, 4 പേർ, എലിമലേക്ക്, അതുപോലെ നഹോമി, തൻ്റെ 2 മക്കൾ മഗ്ലോൻ, കില്യോൻ, ഈ 4 പേരും കൂടെ ചേർന്ന് ഒരു യാത്ര പോകുക. അപ്പന്റെ ഒരു തീരുമാനം. ഈ പുസ്തകം പഠിക്കുമ്പോൾ ഈ 1-ാം അധ്യായത്തിൽ 4 തീരുമാനം നമുക്ക് കാണാൻ കഴിയും. 4 പേരുടെ തീരുമാനം. അത് 2 പേരുടെ തീരുമാനം അവരുടെ ജീവിതത്തെ തകർത്ത് തരിപ്പണമാക്കി, ഒന്നുമില്ലാതെയാക്കി. എന്നാൽ 2 പേരുടെ തീരുമാനം അവരെ ഉയരത്തിലേക്കും ഉന്നതിയിലേക്കും എത്തി. ചില തീരുമാനങ്ങൾ ദൈവ പൈതലെ സൂക്ഷിച്ചെടുത്തില്ലെങ്കിൽ നമ്മുടെ ജീവിതം തകർന്ന് തരിപ്പണമായി ഒന്നുമില്ലാതെയാകും. പക്ഷെ ചില തീരുമാനങ്ങൾ നിന്നെ താഴെത്തട്ടിൽ നിന്ന്, നിന്നെ തകർച്ചയിൽ നിന്ന്, നിന്നെ പൈശാചിക ആ കെട്ടിൽ നിന്ന്, നിന്റെ ഒന്നുമില്ലാത്ത അനുഭവത്തിൽ നിന്ന് നിന്നെ ഉന്നതിയിൽ നിന്നെ എത്തിക്കാൻ കഴിയും എന്നതാണ് മറ്റൊരു കാര്യം. ആമേൻ. 4 പേരുടെ തീരുമാനം. ഈ രൂത്തിന്റെ പുസ്തകം പഠിക്കുമ്പോൾ 4 അധ്യായമാണല്ലോ ഉള്ളത്. പ്രൈസ്. 1-ാം അധ്യായം രൂത്താണ് നമ്മുടെ വിഷയമായതുകൊണ്ട് അതിൽ ഊന്നി നിൽക്കുക ഞാൻ. പ്രൈസ്. 1-ാം അധ്യായം രൂത്തിന്റെ തീരുമാനം. പ്രൈസ്. 2-ാം അധ്യായം രൂത്തിന്റെ സേവനം. ആമേൻ. 3-ാം അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ രൂത്തിന്റെ വിശ്രമം. 4-ാം അധ്യായം രൂത്തിന്റെ പ്രതിഫലം. 1-ാം അധ്യായത്തിൽ രൂത്തിന്റെ തീരുമാനം നമുക്ക് കാണാൻ കഴിയും. ഒടുവിലത്തെ അധ്യായത്തിൽ രൂത്തിന് കിട്ടിയ പ്രതിഫലം നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ഒന്നുകൂടെ നമ്മൾ ചിന്തിച്ചാൽ 1-ാം അധ്യായം രൂത്ത് മോവാബിലാണ്. 2-ാം അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ രൂത്ത് വയലിലാണ്, എന്ന് പറഞ്ഞാൽ ബത്ലഹേമിലാണ്. 3-ാം അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ രൂത്ത് ബോവസിന്റെ കളത്തിലാണ്. 4-ാം അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ രൂത്ത് ബോവസിന്റെ ഭവനത്തിന്റെ അവകാശിയാണ്. എന്ന് പറഞ്ഞാൽ ബോവസിന്റെ ഭാര്യപദത്തിലെത്തി കഴിഞ്ഞിരിക്കുകയാണ്. ഇതാണ് രൂത്തിന്റെ പുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ കാണുവാൻ വേണ്ടി കഴിയുന്നത്. 1-ാം അധ്യായത്തിൽ 4 പേരുടെ തീരുമാനമെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതിൽ 1-ാമത്തെ ആളിന്റെ തീരുമാനം നമുക്ക് നോക്കാം. 1-ാമത്തെ ആളിന്റെ തീരുമാനം ആ കുടുംബനാഥന്റെ തീരുമാനമാണ്.
കുടുംബനാഥനാണ്, വലിയ പുള്ളിയാണ്, കപ്പട മീശയുണ്ട്, തടിമാടനാണ്, ഒക്കെയാണ്. പക്ഷേ പുള്ളിക്ക് തീരുമാനം എടുക്കാൻ ചിലപ്പോഴറിയത്തില്ല. ഭാര്യയുടെ ഒരു സപ്പോർട്ട് വേണം. ചില കുടുംബങ്ങൾ നമ്മൾ വർഷങ്ങളായിട്ടൊക്കെ കാണുന്നുണ്ട്. നല്ല കഴിവുണ്ട്, വിദ്യാഭ്യാസമുണ്ട്, പദവിയുണ്ട്, പഠിത്തമുണ്ട്, ആമേൻ സ്തോത്രം, കപ്പട മീശയുണ്ട്, നല്ല തടിമാടനാണ്. പക്ഷെ ചിലപ്പോ ഒരു തീരുമാനം എടുക്കാൻ കഴിയാതെ, ആമേൻ സ്തോത്രം, ഹല്ലേലൂയ, ആമേൻ കുഴയുന്ന കുടുംബനാഥന്മാരെ ഞാൻ കണ്ടിട്ടുണ്ട്. ചിലര് നല്ലതാണെങ്കിലും തീയതാണെങ്കിലും ഭാര്യയോടും ചോദിക്കില്ല, മക്കളോടും ചോദിക്കില്ല, ഭർത്താവിനോടും ചോദിക്കത്തില്ല, ആരോടും ചോദിക്കത്തില്ല, നാട്ടുകാരോടും ചോദിക്കില്ല, അപ്പനോടും ചോദിക്കത്തില്ല, അമ്മയോടും ചോദിക്കത്തില്ല. കുടുംബനാഥൻ എന്ത് ചെയ്യും? തീരുമാനം അങ്ങ് എടുക്കും. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ എടുക്കുന്ന കുടുംബനാഥന്മാരെ ഉണ്ട്. ഭാര്യയോട് ഒരു വാക്ക് പോലും ഒരിക്കലും ചോദിക്കാതെ എല്ലാം സ്വന്തം ഇഷ്ടം പോലെ ചെയ്യുന്ന കുടുംബനാഥന്മാരുണ്ട്. പിന്നെ ചില കുടുംബനാഥന്മാർ ഭാര്യയോട് ചോദിച്ചിട്ടേ തീരുമാനം എടുക്കത്തുള്ളൂ. അങ്ങനെയുള്ള കുടുംബനാഥന്മാരുണ്ട്. ചില കുടുംബനാഥന്മാർ ചില ക്രിട്ടിക്കൽ സ്റ്റേജുകൾ വരുമ്പോൾ തീരുമാനം ചോദിക്കുന്നവരുണ്ട്. അങ്ങനെ പല കുടുംബ ജീവിതമാകുമ്പോൾ പല ഞാൻ ആരെ തെറ്റിദ്ധരിപ്പിക്കുകയോ ഇല്ല. എൻ്റെ ജീവിതത്തിൽ ഞാനും പലപ്പോഴും ഒറ്റയ്ക്ക് തീരുമാനം എടുത്തിട്ടുണ്ട്, എൻ്റെ ഭാര്യയോട് ചോദിച്ചിട്ട് എടുത്തിട്ടുണ്ട്, ഇതൊന്നും എടുക്കാൻ പറ്റാതെ കിടന്ന് കുഴഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ ജീവിതത്തിൻ്റെ ഭാഗങ്ങളാണ്, ജീവിതത്തിൻ്റെ. പക്ഷെ ഇവിടെ ഈ കുടുംബനാഥൻ ഒരൊറ്റ തീരുമാനമെടുക്കുകയാണ്, ബേത്ലഹേം വിടുക. ഇന്നോ പകൽക്കാലം ഒരു കാര്യം ഞാൻ വ്യക്തമായി പറയാം. നീ ദൈവകൃപയിൽ നിൽക്കുമ്പോ, നീ ആലയത്തിൽ നിൽക്കുമ്പോ, നീ കർത്താവുമായി ബന്ധപ്പെട്ട് നിൽക്കുമ്പോ ജീവിതത്തിൽ ചിലപ്പോൾ പ്രതികൂലം വരാം, ജീവിതത്തിൽ ചിലപ്പോൾ വെല്ലുവിളികൾ വരാം, ജീവിതത്തിൽ ചിലപ്പോൾ കഷ്ടതകൾ വരാം, ജീവിതത്തിൽ ചിലപ്പോൾ ഞെരുക്കങ്ങൾ വരാം, ജീവിതത്തിൽ ചിലപ്പോൾ സാമ്പത്തിക ക്ലേശങ്ങൾ വരാം. അതിൻ്റെ മുമ്പിൽ പെട്ടെന്ന് എടുത്തു ചാടി ഒരു തീരുമാനം നീ എടുത്താൽ അത് ചിലപ്പോൾ പരാജയത്തിൽ നിന്ന് പരാജയത്തിലേക്ക് പോയി. ഇനി പാസ്റ്റർ വേണ്ട, ഇനി ദൈവമക്കൾ വേണ്ട, ഇനി ഈ ബന്ധം വേണ്ട, നമുക്ക് പോകാം മോവാബിലേക്ക്, നമുക്ക് പോകാം അവിടെ സുഭിക്ഷതയിലേക്ക്, നമുക്ക് പോകാം പഴയയിടത്തേക്ക്. ദൈവ പൈതലേ, നിന്റെ കുടുംബത്തിൽ പ്രശ്നങ്ങൾ വരും, നീ ആരാധിക്കുന്ന സഭയിൽ പ്രതികൂലങ്ങൾ വരും, നിന്റെ കുടുംബജീവിതത്തിൽ പ്രതികൂലങ്ങൾ വരും, നിന്റെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ പ്രതികൂലങ്ങൾ വരും എന്ന് പറഞ്ഞ് നീ പ്രാർത്ഥന വിട്ട്, എന്ന് പറഞ്ഞ് നീ ആരാധന വിട്ട്, എന്ന് പറഞ്ഞ് നീ ദൈവിക ബന്ധം വിട്ട് ഇന്ന് പകൽക്കാലം പോകാനല്ല ദൈവം നിന്നെ കണ്ടിരിക്കുന്നത്. ആ പ്രതികൂലത്തിന്റെ നടുവിലും ഈ കഷ്ടത ഒരു ദിവസം മാറും, ഈ കണ്ണുനീര് ഒരു ദിവസം മാറും, ഈ പ്രതികൂലം ഒരു ദിവസം മാറും, ഈ ദുഃഖം ഒരു ദിവസം മാറും, ഈ പരിഹാസം ഒരു ദിവസം മാറും, ഈ നിന്ദകൾ ഒരു ദിവസം മാറും, ഈ തെറ്റിദ്ധാരണകൾ ഒരു ദിവസം മാറും. നമുക്കിവിടെ മുട്ടുമടക്കാം, നമുക്കിവിടെ കണ്ണുനീരൊഴുക്കാം, നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം, നമുക്ക് പോണ്ട. ആ മോവാബ് ശരിയല്ല, അവിടെ നമ്മുടെ സാമ്പത്തിക ലാഭം കിട്ടും, അവിടെ കാശ് കിട്ടും, അവിടെ എല്ലാം കിട്ടും. പക്ഷെ ആത്മീകമായി നമുക്ക് വളരാൻ പറ്റിയ സ്ഥലമല്ല. ആത്മീകമായി നമ്മൾ തകർന്നു പോകും, കാരണം അത് ശപിക്കപ്പെട്ട സ്ഥലമാണ്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ആത്മീകമായി നമുക്ക് ജീവിക്കാൻ പറ്റിയ സ്ഥലമല്ല എന്ന് ചിലപ്പോ പ്രാർത്ഥിക്കുന്നവളായ നഹോമി പറഞ്ഞു കാണും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇന്നോ പകൽക്കാലം പുള്ളി പിടിച്ച മുട്ടാപ്പിടി, നീ വരണോ ഇല്ലയോ, ഞാൻ പോവാ, നീ വരുന്നോ ഇല്ലയോ, എൻ്റെ മക്കളെയും കൊണ്ട് നീ എൻ്റെ കൂടെ വരണമെങ്കിൽ ഞാൻ പറയുന്നത് കേട്ട് ജീവിക്കണം, അല്ലെങ്കിൽ കൊണ്ടുപൊക്കോ നിന്റെ വീട്ടിൽ, ഇനി എന്നെ അന്വേഷിക്കല്ലേ. പാപം നഹോമി, ആമേൻ സ്തോത്രം. ആ പുള്ളിക്കാരൻ്റെ വാക്കിൻ്റെ പുറകെ ഇറങ്ങിത്തിരിച്ചു, മനസ്സില്ല മനസ്സോടെ. എവിടെയാ പോയത്? മോവാബ്. നല്ല സ്ഥലമാണോ? ആവർത്തന പുസ്തകം 23-ാം അധ്യായം 3-ാം വാക്യമെന്ന് തോന്നുന്നു. അവിടെ നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ വേണ്ടി കഴിയുന്ന എടുത്തെങ്കിലും ഒന്ന് വായിച്ചേ, ഒന്ന് വായിച്ചേ. ആമേൻ. അമോന്യനോ മോവാബിയനോ യഹോവയുടെ സഭയിൽ പ്രവേശിക്കരുത്. അടുത്ത് അവരുടെ 10-ാം തലമുറ പോലും
യഹോവയുടെ സന്നിധിയിൽ സഭയിൽ വരാൻ അർഹതയില്ലാത്തവന്റെ നാട്ടിലാണ് പ്രാർത്ഥിക്കുന്നവൻ പോയത്. അവന്റെ വീട്ടിലാണ് പ്രാർത്ഥിക്കുന്നവൾ പോയത്. അവിടെയാണ് പ്രാർത്ഥിക്കുന്ന ആമേൻ ആരാധിക്കുന്ന ദൈവവുമായി ബന്ധമുള്ളവർ ആമേൻ ചങ്ങാത്തം കൂടിയത്. ഇന്നു പകൽ പ്രാർത്ഥിക്കാത്തവനുമായി നീ ചങ്ങാത്തം കൂടുമെങ്കിൽ നിന്റെ ആത്മീകം തകരൂ, നിന്റെ പ്രാർത്ഥനാ ജീവിതം തകരൂ, നിന്റെ വിശുദ്ധി തകരൂ, നിന്റെ ദൈവകൃപ തകരൂ, നിന്റെ ഭൗതിക നന്മകൾ തകരൂ. നിറഞ്ഞവളായിട്ട് ബത്ലഹേം വിട്ട് പോയതാ, 4 പേരുമായിട്ട് പോയതാ. ഭർത്താവുണ്ട്, 2 മക്കളുണ്ട്. അവിടെ പോയപ്പോഴാണ് അടിപൊളി. ആമേൻ, എല്ലാവരും കൂടെ വരവേറ്റു, സ്വീകരിച്ചു. ആമേൻ, കല്യാണാലോചനയും നടത്തി. നല്ല അടിപൊളി 2 പെമ്പിള്ളരെയും കിട്ടി, മരുമക്കളായി കിട്ടി. ഹല്ലേലൂയ. ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ. ജീവിതം സന്തോഷമായി. ആമേൻ, സ്തോത്രം. പക്ഷെ പാട്ടില്ല, പ്രാർത്ഥനയില്ല, സ്തോത്രമില്ല, ഹല്ലേലൂയല്ല, സ്തോത്രം. ആമേൻ, ദൈവവുമായി ബന്ധമില്ല. ആമേൻ, കുടുംബം പച്ച പിടിച്ചു, കുടുംബം വളർന്നു. 10 പേരുടെ മുമ്പിൽ നിൽക്കാൻ യോഗ്യരായി ഒറ്റയ്ക്ക് പോയി. കല്യാണം പ്രതകോസി വന്ന് കല്യാണം നടക്കുന്നില്ല, നല്ല പെൺപിള്ളേരെ കിട്ടുന്നില്ല. അങ്ങനെ പുറകോട്ട് പോയപ്പോ ജാതി ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. ഇതാ നല്ല കുടുംബ ബന്ധങ്ങൾ കിട്ടി, നല്ല ബന്ധങ്ങൾ കിട്ടി. പക്ഷെ ഒരു പ്രശ്നം, പെട്ടെന്ന് കുടുംബനാഥന് ഒരു സൈലന്റ് അറ്റാക്ക് വന്നു. എല്ലാവരും കൂടെ തിന്നു കുടിച്ച് തമാശയും കളിയും കാര്യമൊക്കെ പറഞ്ഞിട്ട് ഉറങ്ങാൻ കിടന്നതാ. രാത്രി കുടുംബനാഥൻ രാവിലെ നോക്കിയപ്പോ കുടുംബനാഥൻ ടാറ്റ പോലും പറയാതെ, ഒരു ഗുഡ് നൈറ്റ് പോലും പറയാതെ, അല്ലെങ്കിൽ ഒരു വാക്കും പറയാതെ യാത്രയായി. എപ്പോഴാണ് മരണം നമ്മളെ പിടിക്കുന്നതെന്ന് എനിക്കും നിങ്ങൾക്കും അറിയത്തില്ല കേട്ടോ. ഇതാ മൈക്കം പിടിച്ചു നിന്ന് പ്രസംഗിക്കുന്നു ഞാൻ, എൻ്റെ മുമ്പിൽ നിങ്ങളൊക്കെ ഇരിക്കുന്നു. നമ്മുടെയൊക്കെ വണ്ടി എവിടെ എത്തിയെന്ന് നമ്മളാരും അറിഞ്ഞിട്ടില്ല. നമ്മുടെ വണ്ടി ഏതുവരെ എത്തിയെന്ന് അറിഞ്ഞിട്ടില്ല. വണ്ടി വന്നുകൊണ്ടിരിക്കുന്നു, വണ്ടി വരാതെ ഒന്നുമില്ല, പുറപ്പെട്ടിട്ടുണ്ട്. വണ്ടി എവിടം വരെ എത്തിയെന്ന് എനിക്കും നിങ്ങൾക്കും അറിയത്തില്ല കുഞ്ഞ്. എൻ്റെ വണ്ടി എവിടെ എത്തിയെന്ന് അറിയത്തില്ല. ആമേ, ഇവിടെ ഇരിക്കുന്ന നമ്മൾ ഓരോരുത്തരുടെയും വണ്ടി എവിടെ എത്തിയെന്ന് അറിയത്തില്ല. ആമേ, സ്തോത്രം. വരും ഒരു ദിവസം, അത് നമ്മളോട് പറഞ്ഞിട്ടല്ല വരുന്നത്. നാളെ വരാമെന്ന് പറഞ്ഞിട്ടല്ല, അടുത്ത ആഴ്ച വരാമെന്ന് പറഞ്ഞിട്ടല്ല. ആമേൻ, വരൂ. ആമേ, അതിനു മുമ്പ് നമ്മൾ ആത്മീകരായി ദൈവകൃപയിൽ ഉറയ്ക്കണം. ഹല്ലേലൂയ. ഇതാ കുടുംബനാഥൻ ഒരു ദിവസം പെട്ടെന്ന് മരണപ്പെട്ടു. കണ്ടോ, പുള്ളിയുടെ തീരുമാനം പുള്ളിനെ ഭൂമിയിൽ നിന്ന് തീർത്ത് കളഞ്ഞു. ഒരു പക്ഷേ ചിലപ്പോൾ മരണപ്പെടത്തില്ലായിരുന്നു, മരിക്കുമായിരുന്നെങ്കിലും, പക്ഷെ അപ്പോഴും മരിക്കത്തില്ലായിരുന്നു. മക്കളെയും മരുമക്കളെയും കൊച്ചുമക്കളെയും 3ാം തലമുറയും 4ാം തലമുറയും. കഴിഞ്ഞ ദിവസം ഒരു അമ്മച്ചിയെ കുറിച്ച് പറഞ്ഞ 5 തലമുറ കണ്ട അമ്മച്ചിയെ കഴിഞ്ഞ ദിവസം യൂട്യൂബിൽ ഞാൻ കണ്ടു. 5 തലമുറ. ആമേ, ഒരു യഹൂദ സ്ത്രീയാ. ആമേൻ, സ്തോത്ര, ഹല്ലേലൂയ. ഒരു യഹൂദ സ്ത്രീ 5 തലമുറ കണ്ട ഒരു മലയാളി പെൺകൊച്ച ആ അമ്മച്ചിയെ നോക്കുന്നത്. അപ്പോൾ അമ്മച്ചിയെ കുറിച്ചുള്ള വിശേഷങ്ങൾ ഞാൻ കുറേ കേട്ടുകൊണ്ടിരുന്നപ്പോൾ കുറേ രസകരമായ കാര്യങ്ങളാണ്. അത് പറയാ, ഈ അമ്മച്ചിക്ക് 5 തലമുറ കാണേണ്ട ഭാഗ്യം കിട്ടിയെന്ന്. ഒറ്റ തലമുറ പോലും കാണാതെ ഭൂമിയിൽ നിന്ന് തകർന്നു പോകേണ്ടവനല്ല നീ. ചിലപ്പോ ദൈവത്തിന്റെ പദ്ധതികൾ അങ്ങനെ ഉണ്ടാകാം, അതങ്ങ് പോട്ടെ. പക്ഷെ തീരുമാനം ശരിയാകാതെ വന്നാൽ, തീരുമാനം തെറ്റിപ്പോയാൽ, ആരുടെയെങ്കിലും വാക്ക് കേട്ട് തീരുമാനമെടുത്താൽ, ചിലപ്പോ എന്നെ കേൾക്കുന്ന ദൈവ പൈതലേ, ദൈവത്തിന്റെ പദ്ധതിയിൽ നീ എത്തിപ്പെടണമെന്നില്ല. ഇന്നു പകൽക്കാലം ഞാൻ പറയാം, കഷ്ടതയാണെങ്കിലും കണ്ണുനീരാണെങ്കിലും പ്രതികൂലമാണെങ്കിലോ ദൈവത്തോട് അടുത്ത് നിൽക്ക്. ഇതൊക്കെ ഒരു ദിവസം മാറും. ആമേൻ. ഇതൊന്നും ഓർക്കാതെ, ആമേൻ, ജാതിയനാരോ പറഞ്ഞതും കേട്ട് ചാടിപ്പടഞ്ഞിറങ്ങി മോവാബിലേക്ക് പോയപ്പോ സ്വന്തം ജീവൻ നഷ്ടമായി നഹോമി. എന്നിട്ടും അവിടെ പിടിച്ചു നിന്നു. ഒരു കഷ്ടം വരുമ്പോ, ഒരു പ്രതികൂലം വരുമ്പോ, ഒരു പ്രശ്നം വരുമ്പോ ദൈവസന്നിധിയിൽ എന്തുകൊണ്ടാ കർത്താവേ ഈ പ്രതികൂലം വന്നതെന്ന് ചോദിക്കുന്ന എത്ര പേര് ഇതിനകത്തുണ്ട്? ദൈവസന്നിധിയിൽ പെട്ടെന്ന് നാം നിരീക്ഷിക്കാതെ ഒരു വലിയ വെല്ലുവിളി വരുമ്പോ, ഒരു പ്രതികൂലം വരുമ്പോ, ഒരു പ്രശ്നം വരുമ്പോ, നിന്നെ സ്നേഹിച്ചവരെല്ലാം ശത്രുവാകുമ്പോ, ആമേൻ, നിന്നെ കരുതിയവരെല്ലാം കൈയൊഴിയുമ്പോ, എന്തുകൊണ്ട് കർത്താവേ ഇതൊക്കെ വന്നെന്ന് എത്ര പേര് ദൈവസന്നിധി ചോദിക്കൂ?
ചോദിക്കുമോ? നഹോമി ചിലപ്പോൾ ചോദിച്ചു കാണത്തില്ല. ചോദിച്ചിരുന്നെങ്കിൽ ദൈവം പറഞ്ഞേനെ, മോളെ ഇതാണ് കാര്യം, നീ തിരിച്ചു പൊക്കോ, നിനക്ക് 2 പിള്ളേരെങ്കിലും ഉണ്ട്, അത് വെച്ച് ജീവിക്കാം. പലരും പലതും പറയാൻ തുടങ്ങി. ഇത് ശാപമാണ്, ഇത് ദൈവശാപമാണ്, ഇത് പിശാച് അടിച്ചതാണ്. ചിലരങ്ങനെയാണ്. സന്തോഷത്തോടെ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൈ കാശുള്ളപ്പോൾ ആരും ഒന്നും പറയത്തില്ല. നിന്റെ കുടുംബത്തിൽ 1, 2, 3 എന്ന് പറഞ്ഞ് തകർച്ചയും നഷ്ടവും വരുമ്പോൾ മച്ചമ്പിയും അളിയനും മൈനിയൊക്കെ വന്ന് പറയും, ഇത് സാധാരണ മരണമല്ല, ഇത് ദുർമരണമാണ്, ഇത് സാധാരണ പ്രശ്നമല്ല, ഇത് വേറെ തരത്തിലാണ്, ഇതിൻ്റെ പുറകിൽ എന്തോ പൈശാചിക ശക്തിയുണ്ട്, അല്ല ഇതിൻ്റെ പുറകിൽ ദൈവത്തിൻ്റെ കരമാണ് എന്ന് പറഞ്ഞ് അവസാനം നഹോമി ദൈവസന്നിധിയിൽ മുട്ടുമടക്കാനിടയായി. അവക്കൊരു കാര്യം മനസ്സിലായി. ഇനി എൻ്റെ നാട്ടിലേക്ക് പോകാം. എൻ്റെ നാട് വിട്ട്, എൻ്റെ വീട് വിട്ട്, എൻ്റെ പള്ളിക്കാരെ വിട്ട്, എൻ്റെ പ്രാർത്ഥിക്കുന്നവരെ വിട്ട്, എൻ്റെ പ്രിയപ്പെട്ടവരെ വിട്ട്, അല്പലാഭത്തിനു വേണ്ടി, അല്പസുഖത്തിനു വേണ്ടി, അല്പസന്തോഷത്തിന് വേണ്ടി, അല്പസമാധാനത്തിന് വേണ്ടി ഞാൻ വന്നതാ. പക്ഷെ എനിക്ക് നഷ്ടത്തിൻ്റെ മേൽ നഷ്ടമാണ്. അപ്പോൾ അവൾ ഒരു തീരുമാനമെടുത്തു. രണ്ടാമത്തെ തീരുമാനം. ആദ്യത്തെ തീരുമാനം പോകാം. രണ്ടാമത് എടുത്തവനല്ല, അവൻ്റെ ഭാര്യയാണ് നഹോമി. രണ്ടാമത്തെ തീരുമാനം എടുത്തു, മടങ്ങി പോകാം. അല്ലേ? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഒന്ന് വായിച്ചേ. മടങ്ങി വന്നപ്പോൾ അവൾ നിമിത്തം പട്ടണം ഇളകി. ഇതാ ചില വർഷങ്ങൾ കഴിഞ്ഞ് മടങ്ങി വന്നപ്പോ നഹോമിയെ കണ്ടപ്പോ പട്ടണം ഇളകി. പട്ടണം അങ്ങോട്ട് ഇളകാനിടയായി. കാരണം പണ്ട് ഞങ്ങളുടെ ആരാധനയിൽ മുൻപന്തിയിലിരുന്ന് ആത്മാവിൽ നിറഞ്ഞ് ആരാധിക്കുന്ന നഹോമിയാ, പക്ഷെ ഇന്നില്ല. ഹല്ലേലൂയ. പണ്ട് ആത്മാവിൽ ആരാധിച്ചു, പ്രാർത്ഥിച്ച് ദൈവകൃപയിൽ നിന്നു പിന്മാറ്റത്തിൽ പോയി. പക്ഷെ മടങ്ങി വന്നു കേട്ടോ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഒരു വാക്യവും കൂടെ ഒന്ന് വായിക്കുക. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 15-ാം അധ്യായം അതിന്റെ 19-ാം വാക്യം ഒന്ന് വായിച്ചേ പെട്ടെന്ന്. യിരെമ്യാ പ്രവാചകന്റെ നീ മടങ്ങി വന്നാൽ ഞാൻ നിന്നെ, ദൈവം പറയുന്നു, നീ മടങ്ങി വന്നാൽ ഞാൻ നിന്നെ എന്റെ മുൻപാകെ നിൽപ്പാൻ തക്കവണ്ണം ഞാൻ വീണ്ടും കൈക്കൊള്ളും. തള്ളി അങ്ങ് വിടുകയല്ല. ഇന്നു പകൽ മടങ്ങി വരാൻ തയ്യാറായാൽ, മാനസാന്തരപ്പെടാൻ തയ്യാറായാൽ, ദൈവകൃപ അനുഭവിക്കാൻ തയ്യാറായാൽ, ഇന്നു പകൽ ദൈവവുമായി അടുക്കാൻ തയ്യാറായാൽ, കുഞ്ഞേ, കുടുംബമേ, മാതാവേ, പിതാവേ, തലമുറേ, ഇന്നു പകൽ ദൈവം പറയുന്നു, ഞാൻ നിന്നെ വീണ്ടും കൈക്കൊള്ളുമെന്നാ. ഞാൻ നിന്നെ വീണ്ടും കൈക്കൊള്ളും. എന്നിട്ട് പറയുന്നു, വായിച്ചേ, നീ അധമമായത് ഒഴിച്ച് ഉത്തമമായത് പ്രസ്താവിച്ചാൽ നീ എന്റെ വായ് പോലെയാകും. അടുത്ത് അവർ നിന്റെ പക്ഷം തിരിയും. അടുത്ത് നീ അവരുടെ പക്ഷം തിരിയത്തില്ല. ഇന്ന് പകൽ നീ വിശുദ്ധിക്ക് വേണ്ടിയാണ് നിൽക്കുന്നതെങ്കിൽ, ഇന്ന് പകൽ നീ പ്രാർത്ഥിക്കാനാണ് നിൽക്കുന്നതെങ്കിൽ, ഇന്ന് പകൽ നീ ദൈവവുമായി ബന്ധത്തിലാണ് നിൽക്കുന്നതെങ്കിൽ, നിന്റെ കുടുംബത്തിൽ ആരും ദൈവഭാഗത്ത് വന്നിട്ടില്ലെങ്കിലും, നിന്റെ കുടുംബത്തിൽ ആരും രക്ഷിക്കപ്പെട്ടിട്ടില്ലെങ്കിലും, നിന്റെ കുടുംബത്തിൽ ആരും സ്തോത്രം പ്രാർത്ഥിക്കാൻ വരുന്നില്ലെങ്കിലും, ഇന്ന് പകൽ വിശ്വാസത്തോടെ നിൽക്കുക ദൈവ പൈതലേ. ഒരു ദിവസം അവർ നിന്റെ പായിൽ വന്നിരുന്ന് നിന്നോടൊപ്പം ഇരുന്ന് ആരാധിക്കുന്ന സുദിനം അതീവ വിദൂരമല്ലോ. ആമേൻ. അത് അടുത്ത നാളുകളിൽ കാണാൻ പോകുകയാ. ഒരുപക്ഷെ അവൻ മദ്യപാനിയായിരിക്കാം, ഒരുപക്ഷെ പുകവലിക്കുന്ന വ്യക്തിയായിരിക്കാം, ഒരുപക്ഷെ തോന്നിയാവാസമായി ജീവിക്കുന്ന വ്യക്തിയായിരിക്കാം, ഒരുപക്ഷെ തൻ്റെടിയായിരിക്കാം, ഒരുപക്ഷെ തല്ലിപ്പൊളിയെ പോലെ ജീവിക്കുന്ന വ്യക്തിയായിരിക്കാം. നീ പ്രാർത്ഥിക്കാൻ തുടങ്ങ്, നീ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. അധിക താമസവിന നിന്റെ തലമുറ നിന്നോടൊപ്പം ചേർന്ന് കർത്താവിനെ സ്തുതിക്കും. ഇന്ന് നിന്നെ എതിർക്കുന്നവര്, ഇന്ന് നിന്റെ ആരാധനയ്ക്കെതിരായി നിൽക്കുന്നവര്, ഇന്ന് നിന്നെ പരിഹസിക്കുന്നവര്, ഇന്ന് നിന്നെ പലതും പറയുന്നവര് നാളുകളിൽ നിന്നോടൊപ്പം ചേർന്ന് ആരാധിക്കുമെന്ന. ചേർന്നൊരാത്മീയം പറഞ്ഞേ,
നിറഞ്ഞവളായിട്ടാണ് ഇവൾ പോയത്. പക്ഷെ അവൾ വന്നത് എങ്ങനെയാ? മുടിയനായ പുത്രനെ പോലെ എല്ലാം വാരി കെട്ടി തോളിലിട്ട് തലയിൽ വെച്ചുകൊണ്ട് പോയതാ. ഹല്ലേലൂയ. പക്ഷേ അവനും മടങ്ങി വന്നു. അവൻ മടങ്ങി വന്നപ്പോഴും ഒന്നുമില്ലായിരുന്നു. ഈ സഹോദരി മടങ്ങി വന്നപ്പോഴും ഒന്നുമില്ലായിരുന്നു. എല്ലാറ്റാ പോയേ, ഭയങ്കര ഇതാ പോയേ. ഒരു നേരത്തെ ആഹാരം മുടങ്ങിയപ്പോഴാ എല്ലാം കളഞ്ഞിട്ട് പ്രാർത്ഥനയും പള്ളിയും സ്വോത്രം ഹല്ലേലൂയയും വേണ്ടെന്ന് പറഞ്ഞ് ഓടിയത്. പക്ഷെ പോയത് കൊണ്ട് ജീവിതത്തിൽ തീരെ കണ്ണുനീരും നഷ്ടം. അതുകൊണ്ട് പ്രതികൂലം വരും, പ്രശ്നം വരും, പരിഹാസം വരും, നിന്ന വരും, ഒറ്റപ്പെടൽ വരും, തെറ്റിദ്ധാരണ വരും. നീ ചെയ്യാത്തതിനെ ചെയ്തെന്ന് പറയും, അറിയാത്തതിനെ പറഞ്ഞുണ്ടാക്കും, നിന്നെ എല്ലാവരുടെ മുമ്പിലും അപമാനിക്കും. നീ ദൈവകൃപ വിടരുത്, നീ ദൈവ സന്നിധി വിടരുത്. ഒരു ദിവസം നിന്റെ സത്യസന്ധത എന്റെ ദൈവം ഉയർത്തി കാണിക്കൂ. ഒരു ദിവസം നിന്റെ സത്യസന്ധത ആയിരങ്ങളുടെ നടുവിൽ ദൈവം ഉയർത്തിപ്പിടിക്കൂ. അന്ന് ആമേൻ നിന്നെ പരിഹസിച്ചവിടെ മുഖം ലജ്ജയോടെ കുനിയും കേട്ടോ. അതുകൊണ്ട് മോവാബിന്റെ പുറകെ പോകല്ലേ കുഞ്ഞെ. ഞാൻ വചനോ പറയുന്നേ, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ലെന്ന് തോന്നുന്നു. പ്രൈസലോ, ആർത്തിയോടെ ഇരുന്നേ. ഹല്ലേലൂയ. ഇതിലപ്പുറം ഇനി വചനം പ്രസംഗിക്കാൻ എനിക്കറിയാം. എൻ്റെ കഴിവിൻ്റെ അപ്പുറമാണ് ഞാൻ പ്രസംഗിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന ദൈവമക്കളെ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞ് നിർത്താം. രണ്ടാമത്തവളുടെ തീരുമാനം അവളെ സന്തോഷത്തിലേക്ക് നയിച്ചു. അവൾ മടങ്ങി വന്നപ്പോൾ പട്ടണം ഇളകി. അവളുടെ തീരുമാനം, ഓ ഇനി എന്തോ ജീവിതം. എന്തായാലും എൻ്റെ ഭർത്താവ് പോയി, എൻ്റെ ഭാര്യ പോയി, എൻ്റെ മക്കള് പോയി, ഇനി എന്തോ ജീവിതം, ഇനി പള്ളിയിൽ പോയിട്ട് എന്തോ പ്രയോജനം, ഇവിടെ കിടന്ന് ചാകാന്നേ എന്നവൾ തീരുമാനിച്ചിരുന്നെങ്കിലോ? ചിലരങ്ങനെയാ. ഓ നല്ല പ്രായം എല്ലാം പോയി, ഇനി എന്തോ, ഇനി എന്തിന് പള്ളിയിലൊക്കെ പോണേ, ഇനി എന്തിന് നല്ല ജീവിതം നയിക്കണേ. എൻ്റെ ഭർത്താവും പോയി, എൻ്റെ പൊന്നുപോലെ നോക്കിക്കൊണ്ടിരുന്ന മക്കളും പോയി. ആമേ, ഇനി എന്തോ ജീവിതം, ഇനി ആർക്ക് വേണ്ടിയാ ജീവിതം? ഇനി ഇവിടെയൊക്കെ കിടന്ന് ചാകാമെന്ന് ചിന്തിച്ച് അവൾ അവിടെ കിടന്നിരുന്നെങ്കിൽ അവളുടെ ജീവിതത്തിൽ നന്മ കാണത്തില്ലായിരുന്നു. എന്നാൽ അവൾ ചിന്തിച്ചു, അവൾ പ്രാർത്ഥിച്ചപ്പോൾ മനസ്സിലായി, ഒരു മടങ്ങിപ്പോക്ക് എനിക്ക് വേണോ. ഇതിനെല്ലാം കാരണം എൻ്റെ കർത്താവിനെ വിട്ടതാണ്. ഇതിനെല്ലാം കാരണം എൻ്റെ ദൈവത്തെ മറന്നതാണ്. ഇതിനെല്ലാം കാരണം ആമേ എൻ്റെ കുറവാണ്. ഇന്നു പകൽ എൻ്റെ കുറവാണെന്ന് എത്ര പേര് സമ്മതിക്കോ? എൻ്റെ ബലഹീനതയാണെന്ന് എത്ര പേര് സമ്മതിക്കോ? എൻ്റെ കുടുംബം ഈ കഷ്ടതയിലായത്, എൻ്റെ കുടുംബനാഥൻ നഷ്ടപ്പെട്ടത്, എൻ്റെ മക്കൾക്ക് ഈ പ്രതികൂലം വന്നത്, എൻ്റെ സഭയ്ക്ക് ഈ പ്രശ്നം വന്നത്, എനിക്ക് ഈ ദുരിതം വന്നത് എൻ്റെ കുഴപ്പം കൊണ്ടാണെന്ന്, എൻ്റെ കുറവ് കൊണ്ടാണെന്ന്, എൻ്റേതാണെന്ന് ഇന്നു പകൽ ഇതിനകത്ത് ഇരുന്നു കൊണ്ട് എത്ര പേര് ഇന്നു പകൽ കാലം ഏറ്റെടുക്കോ? അവർക്കാണ് ഇന്നു പകൽ അനുഗ്രഹം ദൈവം തരുന്നത്. അവിടെ കിടന്ന് മരിക്കാൻ അവൾ തീരുമാനിച്ചില്ല. മരിക്കുന്നെങ്കിൽ എൻ്റെ ജനത്തിൻ്റെ ഇടയിൽ പോയി ഞാൻ മരിക്കും. 5 ദിവസത്തെ ജീവിതമെങ്കിൽ 5 ദിവസത്തെ ജീവിതം. എൻ്റെ ദൈവമക്കളോട് ഒരുമിച്ചുള്ള ജീവിതം മതി എനിക്കിനി. എൻ്റെ നല്ല കാലം നല്ല സമയമെല്ലാം പോയി. ഇനി ഞാൻ ഇനി ഒരു ജീവിതം എനിക്ക് ഉണ്ടാകണമെങ്കിൽ എൻ്റെ ദൈവമക്കളുമായുള്ള ജീവിതം എന്നവൾ ഒരു തീരുമാനമെടുത്തു. അവൾ പുറപ്പെട്ടു. അത് അവളുടെ ജീവിതത്തെ അനുഗ്രഹം. ഭർത്താവിൻ്റെ തീരുമാനം തകർച്ചയായപ്പോൾ ഭാര്യയുടെ തീരുമാനം ഉയർച്ചയായി. ആ തീരുമാനം എടുത്തിട്ട് തൻ്റെ 2 മരുമക്കളെ ഒരു ചെല്ലം പോലത്തെ പറഞ്ഞാൽ കേൾക്കുന്ന സ്തോത്രം, മക്കൾക്ക് പോലും ഇത്രയും നല്ല സ്വഭാവം കിട്ടത്തില്ല. അങ്ങനെയുള്ള 2 മരുമക്കളെ കിട്ടി. എന്തിന്? പെമ്മക്കളില്ലെങ്കിൽ ദൈവം തന്ന മരുമക്കൾ മതിയെന്നേ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. 2 പേരെയും വിളിച്ചിട്ട് പറഞ്ഞു, പിന്നെ ഇന്ന കാരണം ഞാൻ എൻ്റെ നാട്ടിൽ പോകാൻ പോവാ, നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ പൊക്കോ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. പ്രിയപ്പെട്ടവൾ പറഞ്ഞപ്പോ 2 മരുമക്കളും അടുത്തു വന്നിട്ട് എന്താ പറഞ്ഞത്? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 10-ാം വാക്യം ഒന്ന് വായിച്ചേ. ആമേൻ, സ്തോത്രം. ഹല്ലേലൂയ. ഇവർ 2 പേരും പറഞ്ഞു, ഞങ്ങളും എവിടോട്ട് വരുന്നു? നിന്റെ കൂടെ, നിന്റെ ജനത്തിന്റെ അടുക്കേക്ക് വരുന്നു. പക്ഷെ 2 പേര് പറഞ്ഞെങ്കിലും ഒരുത്തി ചുമ്മാ പറഞ്ഞതാ. ആമേൻ. ഒരുത്തിയുടെ പറച്ചലിന്
ഒരടിസ്ഥാനം ഉണ്ടായിരുന്നു. 14-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവർ പിന്നെയും പൊട്ടിക്കരഞ്ഞു. ഓർപ്പ അമ്മായി അമ്മയെ ചുംബിച്ചു പിരിഞ്ഞു. ഹല്ലേലൂയ. മൂന്നാമത്തവളുടെ തീരുമാനം, എൻ്റെ ഭർത്താവും പോയി, ഇനി പിന്നെ ഇവരെ കൂട്ടത്ത് കൈയടിക്കാൻ പോവാ, അങ്ങനെ പോവാം. ഇവിടെയൊക്കെ ആണെങ്കിൽ പ്രാർത്ഥനയ്ക്കൊക്കെ കൂടെ ഒന്ന് ഇരിക്കാം, പ്രാർത്ഥിക്കാൻ പോകുന്ന കൂടെ ഇരിക്കാം. ഇനിയിപ്പോൾ അങ്ങ് പോയി വെള്ളയും ഉടുത്ത് കമ്മലും മാലയും പറിച്ച് അവരെ കൂടെ നടന്നില്ല, പിന്നെ വേറെ ജോലിയും തൊഴിലൂല്ലേ. ബന്ധുക്കളും പറഞ്ഞു, എടി അവർ പോകുന്നെന്നാ പറഞ്ഞ, നീ ഒന്നും പോകരുത് കേട്ടോ. ക്രൈസ്തല്ലോ. ഓർപ്പ ആദ്യം പറഞ്ഞ, അമ്മേ ഞങ്ങളും ഉണ്ട്, ഞങ്ങളും വരാം എന്നൊക്കെ പറയുമ്പോ ഇവളിവിടെ നിൽക്കുമെന്ന് വിചാരിച്ചു. പക്ഷെ അവളുടെ തീരുമാനം ദൃഢമായിരുന്നു. ഇന്നു പകൽക്കാലം ദൃഢ തീരുമാനമായിരുന്നു. ആര് വന്നാലും ഇല്ലെങ്കിലും ഞാൻ പോകും, ആര് വന്നാലും ഇല്ലെങ്കിലും ഞാൻ പ്രാർത്ഥിക്കും, ആര് വന്നാലും ഇല്ലെങ്കിലും ഞാൻ കർത്താവിന് വേണ്ടി ജീവിക്കുമെന്നുള്ള തീരുമാനമായിരുന്നു. ആ തീരുമാനം ദൃഢമെന്ന് കണ്ടപ്പോ, മനസ്സിലാക്കിയപ്പോ ഓർപ്പ പതുക്കെ എസ്കേപ്പായി. ഓർപ്പ പതുക്കെ എസ്കേപ്പായി. എന്തായി? ആമേൻ. ഒരു ഭയങ്കര കരയക്കം കരഞ്ഞു, കെട്ടിപ്പിടിച്ചു, ഒരു ഉമ്മയൊക്കെ കൊടുത്തു. അവൾ എങ്ങോട്ട് പോയി? ഹല്ലേലൂയ. ആമേൻ. വിട്ടുപോയി, പിരിഞ്ഞുപോയി. എന്ന മൂന്നാമത്തെ തീരുമാനം അവളെ നാശത്തിലേക്ക് കൊണ്ടുപോയി. ഒന്നാമത്തവന്റെയും മൂന്നാമത്തവന്റെയും തീരുമാനം നാശത്തിൽ നിന്ന് നാശത്തിലേക്ക് പോയപ്പോ, രണ്ടാമത്തവളുടെയും നാലാമത്തവളുടെയായ രൂത്തിന്റെയും തീരുമാനം, രൂത്ത് പറഞ്ഞ തീരുമാനമാണ് നമ്മൾ വായിച്ചത്. അത് ഒന്നുകൂടെ ഒന്ന് വായിച്ചേ. അതിന് രൂത്ത് നിന്നെ വിട്ടു പിരിയുവാനും നിന്റെ കൂടെ വരാതെ എന്നോട് പറയരുതേ. നീ പോകുന്നിടത്ത് ഞാനും പോരും, നീ പാർക്കുന്നിടത്ത് ഞാനും പാർക്കും. നിന്റെ ജനം എന്റെ ജനം, നിന്റെ ദൈവം എന്റെ ദൈവം. എത്ര അവക്കറിയാം കേട്ടോ. എന്തിന്? ഒരുപാടെണ്ണത്തെ നേടിയില്ലെങ്കിൽ ഒന്നിനെ നേടിയുള്ളൂ എങ്കിലും അത് മതി. ചിലർ കുറെ എണ്ണത്തെ നേടും, ഒരു ഗുണവും കാണത്തില്ല. ഹല്ലേലൂയ. അവസാനം ഒന്നുപോലും സ്വർഗത്തിൽ ചിലപ്പോൾ എത്തുമെന്ന് ഉറപ്പില്ല. ചിലർ ജീവിതത്തിൽ ഒന്നിനെ നേടുകയുള്ളൂ, അത് എത്തേണ്ടടുത്ത് എത്തും. അത് എത്തേണ്ടടുത്ത് എത്തും. നമ്മൾ ഒരുപാട് നേടിയില്ലെങ്കിലും നമ്മുടെ ജീവിതവും സൂക്ഷിച്ച് നമ്മളും എത്തി. ഒന്നേ നേടിയുള്ളെങ്കിലും അതിനെ എത്തിക്കാൻ കഴിഞ്ഞ അവിടെയാ വിജയം എന്ന് പറയുന്നത്. ഇത് നമ്മളും എത്തൂല, നമ്മൾ നേടിയവരും എത്തിയില്ലെങ്കിൽ ജീവിതം പരാജയമാണ്. നല്ല ഒരു തുടക്കമിടുന്നതിനേക്കാൾ നല്ല ഒരു ഒടുക്കമിടുന്നതാണ് വിജയം. പലരും നല്ല തുടക്കമിട്ടു, കത്തി ജ്വലിക്കുന്ന ശുശ്രൂഷയുമായി, കത്തി ജ്വലിക്കുന്ന ആത്മീകവുമായി ഇറങ്ങി ഇന്ന് പാപത്തിൽ കിടന്ന് വിരവുകയാ, ഇന്ന് പൈശാചികന്റെ കീഴിൽ കിടക്കുകയാ. എവിടെയോ പരാജയപ്പെട്ടു പോയി, എവിടെയോ വീണുപോയി, എവിടെയോ തകർന്നുപോയി. കത്തി ജ്വലിച്ചുകൊണ്ട് തുടങ്ങി കരിക്കട്ടയായി മാറി. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. സ്റ്റാൻലി ബ്രദർ ഒരിക്കൽ ഒരു ദൈവദാസനെ കുറിച്ച് പറഞ്ഞ, അവരുടെ നാട്ടിലെ പ്രവാചകനായിരുന്നു. പ്രാർത്ഥിച്ച് ഡേറ്റ് പറയുമായിരുന്നു ഓരോ വിഷയം. ആ കറക്റ്റ് ഡേറ്റിന് അതങ്ങനെ കിട്ടിയിരിക്കും, സംഭവിച്ചിരിക്കും. ഇന്ന് അദ്ദേഹം ദൈവകൃപയിലില്ല. ഇന്ന് അദ്ദേഹം ദൈവവുമായി ബന്ധമില്ല. പ്രാർത്ഥിച്ച് പ്രവചിച്ച് ഡേറ്റ് പറഞ്ഞു ശുശ്രൂഷിച്ച പലരും കത്തി ജ്വലിച്ച് സൂര്യനെ പോലെ നിന്ന പലരും ഇന്ന് കരിക്കട്ടകളെ പോലെ പിശാചിട്ട് അമ്മാനമാടുമ്പോ, ഇന്ന് പകൽ ദൈവ പൈതലേ, ഒരു നല്ല തുടക്കം നിനക്കിടാൻ പറ്റിയില്ലെങ്കിലും അവസാനം നീ ക്രിസ്തുവിൽ മരിക്കാനിടയായാൽ, അവസാനം നീ കർത്താവിനോടൊപ്പം നിൽക്കാനിടയായാൽ അതിൽ പരം ജീവിതം മറ്റൊന്നില്ല. പൗലോസ് പറഞ്ഞതുപോലെ, ഞാൻ നല്ല പൊരുത് ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. ഞാൻ നല്ല പൊരുതു, വിശ്വാസം കാത്തു. ആമേൻ. ഇന്ന് പകൽക്കാലം ആ ഒരു അവസ്ഥയിൽ ഇന്ന് പകൽ ഞാനും നിങ്ങളും എത്തിയാൽ, ഭയങ്കര ആഡംബരമൊന്നും കാണിച്ചിട്ടൊന്നും കാര്യമില്ല, ഭയങ്കരമായിട്ട് ഇളക്കപ്പെരുപ്പൊന്നും കാണിച്ചിട്ട് കാര്യമില്ല. ഹല്ലേലൂയ. ഇവിടെ എത്ര നല്ല ജീവിതം നയിച്ചാലും നമ്മളെക്കുറിച്ച് 10 പറയാൻ 10 പേര് എവിടെയും കാണും.
നിങ്ങൾ എങ്ങനെ ജീവിച്ചാലും നിങ്ങളെക്കുറിച്ച് എന്നെക്കുറിച്ച് അത് നടക്കട്ടെ, അതങ്ങ് പറയട്ടെ. പക്ഷെ നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ, ദൈവവുമായൊരു ബന്ധമുണ്ടെങ്കിൽ, ആരും എന്തും പറയട്ടെ, നീ ദൈവകൃപയിലാണ്. ആരും എന്തും പറയട്ടെ, നിന്റെ ജീവിതത്തിൽ കറവരണ്ടിട്ടില്ലെന്ന്. ആരും എന്തും പറയട്ടെ, നീ ദൈവവുമായി ബന്ധമുണ്ടെന്ന്. ഇന്നോ പകലൊരു ഉറപ്പുണ്ടെങ്കിൽ അതിനപ്പുറം ഒന്ന് ഇന്നോ പകൽക്കാലം നമുക്കൊന്നില്ല. ആ കരങ്ങളെ തട്ടി കർത്താവിനൊരു മഹത്വം കൊടുത്തേ. ഇന്നോ പകൽക്കാല കരങ്ങളെ തട്ടി കർത്താവിനൊരു മഹത്വം കൊടുത്തേ. ഇന്നോ പകൽ ആയിരങ്ങൾ വീണു, 10,000 വീണു. ഇന്നോ പകൽ അതിൻ്റെ നടുവിൽ വലയമായി നിന്ന് ഒരു ദൈവകരം നിന്നെ സൂക്ഷിച്ച് ഇന്നോ പകൽക്കാലം നിർത്തിയിരിക്കുന്നത് എന്തിനെന്ന് ചോദിച്ചാൽ, കുഞ്ഞേ, ദൈവം നിന്നെ കണ്ടതുകൊണ്ടാ, നിന്റെ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാ. ഹല്ലേലൂയ. നിന്റെ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാ. രൂത്തൊരു തീരുമാനമെടുത്തു. 4-മത്തവളെ ഒരു തീരുമാനം കൂടെ ഉള്ളൂ, പ്രാർത്ഥിക്കാൻ പോവാ. 3 തീരുമാനം. ആമേൻ. 3 തീരുമാനം നമ്മൾ കേട്ടു. 4-മത്തൊരു തീരുമാനം ഇവിടെ എടുക്കുകയാ. നിന്റെ ദൈവം എൻ്റെ ദൈവം. അവളെ ദൈവം എവിടെ എത്തിച്ചെന്നറിയാം? പള്ളിയുടെ പരിസരത്ത് വരാൻ യോഗ്യതയില്ലെന്നാ ബൈബിൾ പറയുന്നത്. ആമേൻ, സ്തോത്രം. യേശുവിൻ്റെ വംശാവലി മത്തായി സുവിശേഷം വായിക്കുമ്പോൾ അവിടെയും ഇവൾ സ്ഥാനം പിടിച്ചു കഴിഞ്ഞു. ഹല്ലേലൂയ. ആമേൻ. ബത്ലഹേമിന്റെ പരിസരത്ത് വരാൻ യോഗ്യതയില്ലാത്തവൾ, ബത്ലഹേമിന്റെ പരിസരത്ത് വരാൻ അർഹതയില്ലാത്തവൾ, 10ാം തലമുറ പോലും പള്ളി വരാൻ അർഹതയില്ലാത്തവൾ, ദൈവവുമായി അടുക്കാൻ അർഹതയില്ലാത്തവൾ, ഇതാ ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ, 10ാം തലമുറ പോലും ദൈവസന്നിധി വരാൻ അർഹതയില്ലാത്ത അവസ്ഥയിലിരുന്നവൾ ഇന്നിതാ ആമേൻ ദൈവസഭയുടെ അംഗമായി, അവർ ബോവസിന്റെ വയലിന്റെ അവകാശിയായി അവൾ ആമേൻ, സ്തോത്രം, ആമേൻ, യേശുവിന്റെ വംശാവലി സ്ഥാനം പിടിച്ചു. പലരും പലതും പറഞ്ഞു. പക്ഷെ ഇന്ന് പകൽ അവളെ തീരുമാനമാണ് അവളെ ഉന്നതിയിൽ എത്തിച്ചത്.